ഹലോ ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ടുള്ള സാധനം 8 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 കിലോ സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, ഒരു തക്കാളി, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, മല്ലിച്ചീര, ഇനി മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 2.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 2 സ്പൂണ്. ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ലപോലെ വാടണം കേട്ടോ. നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ല ഗോൾഡൻ കളർ പോലെ ആകണത്. വാടി കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് നമ്മൾ സവാളയൊക്കെ വാടി വേണ്ട നല്ലവണ്ണം വാടിയിട്ടുണ്ട്. ഇത്രയും വാടുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇത് നല്ലപോലെ വഴന്ന് വരട്ടെ. എന്താ നല്ലപോലെ സവാളയൊക്കെ വാടി എന്താ കുറച്ചും കൂടെ വാടട്ടെ. സവാളയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. എന്താ സവാളയൊക്കെ നല്ലപോലെ വാടി. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. കണ്ട തക്കാളിയൊക്കെ നല്ലപോലെ വാടി. ഇതിൻ്റെ കളറ് കാണുന്നുണ്ടോ നിങ്ങൾ? സവാളയൊന്നും കാണുന്നില്ല. പക്ഷേ ഈ മുട്ട റോസ്റ്റ് അപാര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കണേ നിങ്ങൾ, ഭയങ്കര ടേസ്റ്റാണത്. ഇനി നമുക്ക് പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ചിട്ടോ കേട്ടോ, വേറെ ഇടണ്ട, എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടു. ഇനി ഇത് കിടന്ന് മൂത്ത് ഈ കളറൊക്കെ ഒന്ന് മാറട്ടെ. തീ കുറച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ആവശ്യത്തിന് തീ കൂട്ടി കുറച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മുട്ട റോസ്റ്റ്. ഇതുവരെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മല്ലിയില, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അത് 2 ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ വേണ്ട ക്യാപ്സിക്കമൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടണം. ഇതേ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് വെക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നവരെ നമുക്ക് വെക്കാം. അപ്പോൾ മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഞങ്ങൾക്കിതിൽ കുറച്ച് മല്ലിയില മുകളിലായിട്ട് ഇങ്ങനെ ഇതിൽ കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കട്ടെ കേട്ടോ. സ്റ്റവൊക്കെ ഞാൻ ഓഫ് ചെയ്ത്. അപ്പോൾ മുട്ടക്കറിൻ്റെ അവസ്ഥ നോക്കാം. വാ കണ്ടോ എന്താ ടേസ്റ്റ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബൈ.